ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെന്മാറ വേലയോടനുബന്ധിച്ച് ആ ക്ഷേത്രവും അതിൻ്റെ പരിസരവും പന്തലൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അതായത് ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ഷേത്രവും പരിസരവും നമുക്ക് നോക്കാം. നെന്മാറ വേലയുടെ 2 പന്തലുകളും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം. 2 സ്ഥലങ്ങളിലായിട്ട് 2 കൂറ്റൻ പന്തലുകൾ കണ്ടോ. 2 പന്തലുകൾ, 2 എതിർ ധ്രുവങ്ങളിലായിട്ട് 2 കൂറ്റൻ പന്തലുകൾ. അതായത് നെന്മാറ വേലയുടെ ഏറ്റവും നല്ലൊരു സവിശേഷത എന്ന് പറയുന്നത് വെടിക്കെട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പന്തലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അതായത് ഈ പന്തല് ഏകദേശം കിലോമീറ്റർ കണക്കിന് ദൂരത്ത് തന്നെ ഇത് കാണാൻ കഴിയും. വളരെ പ്രകൃതി രമണീയമായ സ്ഥലം, വിശാലമായ പാടങ്ങള്, എത്ര ലക്ഷങ്ങൾ വന്നാലും ഇത് കാണാൻ കഴിയും. മീൻസ് ആളുകൾക്ക് വളരെ സേഫായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ വെടിക്കെട്ട് കണ്ട് ആസ്വദിക്കാനും ഭഗവതിയെ കാണാനും എല്ലാം പറ്റിയ സ്പേസ് ഇവിടെ ഉണ്ട്. അതാണ് ഇതെല്ലാം ശരിക്കും ഈ കൊയ്ത്ത് ഉത്സവങ്ങളാണ്. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് മനുഷ്യൻ ഒന്ന് എൻജോയ് ചെയ്യുന്ന ഇതാണ് എല്ലാ ആചാരങ്ങളും വരുന്നത്. ഈ പാലക്കാടൻ കൊയ്ത്ത് ഉത്സവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവങ്ങളെല്ലാം. അത് ഐതിഹ്യങ്ങളിൽ പല പല കഥകളുണ്ടാവും. ദേവി ചൈതന്യം, ദേവിയുടെ കടാക്ഷങ്ങള്. അതായത് നമുക്ക് ക്ഷേത്രാങ്കണവും അതിന്റെ പരിസരവും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വളരെ വിശാലമായ ക്ഷേത്രം. ഏകദേശം ഗുരുവായൂരിന്റെ എൻട്രൻസ് പോലെ ഉണ്ട് അല്ലേ? ശരിക്കും പാലക്കാടൻ ചൂട് കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഏകദേശം ഒരു 38 ഡിഗ്രി 40 ഡിഗ്രി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സമയത്ത് പോലും. പിന്നെ അവിടെ ഇപ്പൊ 38 ഡിഗ്രി 40 ഡിഗ്രി ചൂടുണ്ടെങ്കിലും ചൂട് നമുക്ക് വളരെ എഫക്റ്റീവ് ആകുന്നില്ല. എന്താ കാരണം പറഞ്ഞാൽ ചുറ്റും നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ നല്ല കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ചൂടിന്റെ അങ്ങോട്ട് എഫക്റ്റ് അങ്ങോട്ട് അറിയുന്നില്ല. നമ്മൾ ക്ഷേത്രം വലം വയ്ക്കുകയാണ് കേട്ടോ. ചുറ്റും പ്രകൃതി ഭംഗികളൊന്ന് ശ്രദ്ധിച്ച ശരിക്കും ഏതെങ്കിലും ഒരു പാർക്കിൽ വന്ന പോലെ ഉണ്ട് അല്ലേ, മറ്റേതോ സ്ഥലത്ത് വന്ന പോലെ ഉണ്ട്. അതായത് നമ്മുടെ ജില്ലയില് ഇത്രയും നല്ല പ്രദേശങ്ങളും ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉള്ള കാര്യങ്ങള് വളരെ ഇവിടുത്തെ ആളുകൾക്ക് അറിയുന്നില്ല. നമ്മളിതെല്ലാം ഉണ്ടായിട്ടാണ് മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, ക്ഷേത്രമല്ല, ആ ക്ഷേത്രത്തിൽ ഉപരിയായിട്ട് ആ ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയാണ് ഇതിനെ കൂടുതൽ മാറ്റിക്കൂട്ടുന്നത്. ക്ഷേത്രം റൗണ്ട് ചെയ്തിട്ടും തീരുന്നില്ല അല്ലേ? ഒരു കൂറ്റൻ എൻട്രൻസ് ആണ് കാണാം. അവിടെ നോക്കുന്ന സമയത്ത് പന്തല് കാണുന്നതാണ്ടാ ചെറുതായിട്ട്.
അതായത് മനുഷ്യൻ കൊയ്ത്തുകാലം കഴിഞ്ഞതിന് ശേഷം അവൻ ഭഗവതിയെ ആ, പ്രീതിപ്പെടുത്തുന്ന ഉത്സവങ്ങളായിട്ടാണ് ഇതെല്ലാം ശരിക്കും പണ്ടുകാലം മുതൽ തന്നെ ആ, ഉത്ഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചരിത്ര കഥകളും ഇതിഹാസ പുരാണങ്ങളും എല്ലാം കൂടി സംഗമിക്കുന്ന സമയത്ത് വലിയൊരു അനുഭൂതിയായിരിക്കും. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ കഥകളുണ്ടാവും പറയാൻ. ക്ഷേത്രം വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. കണ്ടോ, ഇവിടുന്ന് ഈ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പന്തലും വളരെ ക്ലിയർ ആയിട്ട് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ക്ഷേത്രങ്ങളുടെ എല്ലാം പ്രത്യേകത നമുക്കറിയാലോ. ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് നല്ലൊരു കുളവും ഉണ്ടാവും. ഈ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് ചേർന്ന് തന്നെ നല്ലൊരു കുളമുണ്ട്. നോക്കിക്കോളൂ കേട്ടോ, നല്ല ശരിക്കും ഒരു സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ടാവും. അതിന്റെ എതിർവശത്താണ് നമ്മൾ കാണുന്ന ആ കൂറ്റൻ പന്തല്, കുമാരദേശത്തിന്റെയും വല്ലങ്കി ദേശത്തിന്റെയും. വളരെ മനോഹരമായ ക്ഷേത്ര സന്നിധിയില് ശരിക്കും ആ പാടശേഖരങ്ങൾ ഇതെല്ലാം നെന്മാറ വേല ദിവസം ഇതെല്ലാം എന്താ പറയാ വളരെ ഫില്ലായിരിക്കും. അതായത് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും പുറത്തുനിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നടക്കം അവിടെ നിന്ന് ആളുകൾ വരും. ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളാണ് അണിനിരക്കാറ്. സ്വാഭാവികമായിട്ട് ഇത്രയും വലിയ ഏക്കറാണെങ്കില് പാടശേഖരങ്ങള് പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്കി ഗ്രാമങ്ങളിൽ മീനമാസത്തിൽ നടക്കുന്ന പ്രശസ്തമായ വിളവെടുപ്പ് ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഉത്സവം ഗ്രാമീണ ആവേശത്തിൻ്റെയും പരമ്പരാഗത കലാരൂപങ്ങളുടെയും കരിമരുന്ന് പ്രയോഗത്തിൻ്റെയും വർണ്ണാഭമായ ഒത്തുചേരലാണ്. ഇനി അതിൻ്റെ ചരിത്രവും പ്രസക്തിയും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി രാജാക്കന്മാരുടെ കാലത്താണ് ഈ ഉത്സവം ആരംഭിച്ചത്. വല്ലങ്ങി ദേശത്ത് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് പൂക്കോട് തറവാടുകളാണ്. നെൽപ്പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞുള്ള സമയത്താണ് വേല ആഘോഷിക്കുന്നത്. മീനമാസം 1 കൊടിയേറ്റത്തോടെ ആരംഭിച്ച് 20 ദിവസമാണ് ആഘോഷം. പ്രത്യേകതകൾ: കുമ്മാട്ടി, കരിവേല, ആണ്ടിവേല തുടങ്ങിയ കലാരൂപങ്ങൾ വേലയുടെ ഭാഗമായി അരങ്ങേറുന്നു. ഉത്സവ ദിവസം 20-ാം ദിവസം ഇരു ഗ്രാമങ്ങളിൽ നിന്നും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ആനകളെ എഴുന്നള്ളിച്ച് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തിക്കുന്ന ഗംഭീരമായ ഘോഷയാത്ര നടക്കുന്നു. വെടിക്കെട്ട്: നെന്മാറയും വല്ലങ്ങിയും എന്ന 2 ദേശങ്ങളും തമ്മിലുള്ള കരിമരുന്ന് പ്രയോഗ മത്സരം വേലയുടെ പ്രധാന ആകർഷണമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലാണ് ഈ വർണ്ണാഭമായ ഉത്സവം നടക്കുന്നത്. നെന്മാറ വല്ലങ്ങി വേല പാലക്കാട് ജില്ലയിലെ നെന്മാറയിലെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. നെന്മാറ വല്ലങ്ങി ഗ്രാമപ്രദേശക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. ഇപ്പോൾ അത് നെന്മാറ ദേശക്കാർ മാത്രമല്ല ആഘോഷിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ 14 ജില്ലക്കാരും മറ്റ് സ്റ്റേറ്റുകാരും വിദേശത്ത് നിന്ന് പോലും ആളുകൾ നെന്മാറ ദേശത്ത് എത്തിച്ചേരുന്നു. ഇപ്പോൾ ശരിക്കും നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത് നെന്മാറ വല്ലങ്ങി ദേശക്കാരുടെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ആളുകളുടെയും വേലയായി പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്ങി വേല മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പേസ് തന്നെയാണ്.
ഈ വേല നടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വളരെ എത്ര ലക്ഷങ്ങളാണെങ്കിലും കോടികളാണെങ്കിലും വന്ന് നിന്ന് വളരെ സുഗമമായ രീതിയിൽ നിന്ന് കണ്ട് ആസ്വദിക്കാനുള്ള സ്പേസ് ഈ പൂരപ്പറമ്പ് നമുക്ക് നിൽക്കുന്നു. മറ്റ് എവിടെയും ഇത് നമുക്ക് കാണാൻ കഴിയില്ല. അതായത് ചിലപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ചിലപ്പോൾ റോഡിൻ്റെ ഇതായിരിക്കും, അല്ലെങ്കിൽ മറ്റ് വേലകൾ എന്ന് പറയുന്നത് ചെറിയ സ്പേസ് ആയിരിക്കും. അതൊക്കെ തന്നെയാണ് ഈ നെന്മാറ അല്ലെങ്കിൽ വേലയുടെ ഈ വെടിക്കെട്ടിൻ്റെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞാൽ വളരെ വിശാലമായ പൂരപ്പറമ്പും അതുപോലെ തന്നെ കൊയ്ത്ത് കൊയ്ത്ത് പാടങ്ങളും ഏക്കറ കണക്കിന് കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും ആളുകൾക്ക് സുഖസൗകര്യമായി നിൽക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അടുത്ത് തന്നെ നമുക്കറിയാം പോത്തുണ്ടി ഡാം, അതുപോലെ തന്നെ നെല്ലിയാമ്പതി മലനിരകൾ, അങ്ങനെ ഒരു പാലക്കാടൻ ചൂടിൽ നിന്ന് വളരെ എന്താ പറയുക വളരെ കുളിർമയായ കാറ്റും അതുപോലെ തന്നെ കുളിർമയായ ഒരു തണുപ്പ് അവിടെ എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാലക്കടൻ ചൂട് ശരിക്കും നെന്മാറ അല്ലെങ്കിൽ വേലയ്ക്ക് കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വളരെ ഒരു പാലക്കാട് ജില്ലയിലാണെങ്കിലും കുറച്ച് കാറ്റും കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഇത് തന്നെയാണ് കാരണം. അതിന് കാരണം അത് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോത്തുണ്ടി ഡാം അടുത്തുണ്ട്, അതുപോലെ തന്നെ നെല്ലിയാമ്പതി മലനിരകൾ അടുത്തുണ്ട്. പിന്നെ ധാരാളം മറ്റേ എന്താ പറയുക സസ്യങ്ങളും അതുപോലെ തന്നെ വൃക്ഷലതാദികളും സസ്യജല ലതാദികളും വളരെയേറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പാലക്കടൻ ചൂട് നിങ്ങൾക്ക് ഒരിക്കലും അടിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത് ഒരുപാട് ആളുകളില്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ ആളുകൾ പലപ്പോഴും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ചില ആളുകൾ ഈ വിദേശത്ത് പോയ ആളുകൾ ഈ നെന്മാറ വല്ലങ്ങി വേലയോടനുബന്ധിച്ച് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അവർ ആ ലീവ് എടുത്ത് ലക്ഷങ്ങൾ ചിലവാക്കി ഈ വേല കാണാൻ വരുന്നു. അപ്പോൾ നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത് ഇപ്പോൾ ദേശമെല്ലാം വിട്ട് എന്താ പറയുക ലോകത്തിൻ്റെ തന്നെ ഒരു വേലയായി മാറിയിരിക്കുന്നു. എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വെടിക്കെട്ട് എന്ന് കേട്ടാൽ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് നെന്മാറ വല്ലങ്ങി വേല തന്നെയാണ്. ഒരു ആഗോള ഉത്സവമായി നെന്മാറ വല്ലങ്ങി വേല മാറിയിരിക്കുന്നു എന്നാണ് എടുത്തു പറയത്തക്ക ഒരു സവിശേഷതയാണ്. അപ്പോൾ ഇപ്രാവശ്യവും നെന്മാറ വല്ലങ്ങി പന്തലുകൾ ഒരുങ്ങിക്കഴിഞ്ഞു ലോകത്തെ വരവേൽക്കാൻ. അപ്പോൾ ഈ പ്രാവശ്യം മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് തന്നെ വളരെ ഗംഭീരമാക്കാനാണ് കമ്മിറ്റിക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പതിവിൽ കൂടുതൽ എന്താ പറയുക കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായിട്ട് വെടിക്കെട്ട് വളരെ വർദ്ധിച്ച തോതിലുണ്ടാകുമെന്ന് കമ്മിറ്റിക്കാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഗംഭീരമാകട്ടെ. നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം.